നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്നാവട്ടെ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ ഒരാളിൻ്റെ സാമ്പത്തിക പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ എല്ലാ ദോഷത്തെയും മാറ്റാൻ ശക്തിയുള്ളവനാണ് വ്യാഴം. ആ വ്യാഴം ചിലപ്പോൾ അനിഷ്ടഭാവത്തിൽ നിന്ന് ദോഷം ചെയ്യുന്നതായും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ രാശിക്കാർക്ക് വ്യാഴം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. വ്യാഴമാറ്റം ഇന്ന് ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം 2025 മെയ് മാസം 14 രാത്രി മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2026 ജൂൺ മാസം 1 വരെ മിഥുന രാശിയിൽ നിൽക്കും. ഇതിനിടയ്ക്ക് ചെറിയ ഒരു മാറ്റമൊക്കെ കർക്കിടകത്തിലേക്ക് വരുമെങ്കിലും അത് വലിയ എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഓരോ രാശിക്കാർക്ക് ഈ മാറ്റം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കി വരണേ. ഇന്ന് കുംഭം രാശിക്കാരുടെ മാറ്റത്തെക്കുറിച്ചാണ് നോക്കണേ. കുംഭം രാശിക്കാർക്ക് വ്യാഴഭഗവാൻ സഞ്ചരിച്ചെത്തുന്നത് 5ലേക്കാണ്. 5 എന്ന് പറയുന്ന നല്ല സ്ഥാനത്തേക്ക് വരികയാണ്. ധനം മാത്രമല്ല, ഐശ്വര്യം മാത്രമല്ല, സന്താനഭാവത്തിലേക്ക് വരികയാണ്. സന്താന സംബന്ധമായി പുരോഗതിയെ കൊടുക്കും. സന്താനം ഇല്ലാത്തവർക്ക് സന്താനം കിട്ടും. അതുപോലെ മക്കൾക്ക് ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടും. മക്കളെ കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് മക്കളുടെ കല്യാണം നടക്കും. വിദ്യാഭ്യാസപരമായി അവർക്ക് പുരോഗതിക്ക് ആഗ്രഹിക്കുന്നവർക്ക് മക്കളെ കൊണ്ട് സന്തോഷിക്കാനിട വരും. മാത്രമല്ല, പ്രശസ്തിയും ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുന്ന സ്ഥാനത്തേക്ക് വരികയാണ്. കഴിഞ്ഞ പീരീഡിൽ ജന്മത്തിൽ ശനിയൊക്കെ നിൽക്കുകയായിരുന്നു. ജന്മശനിയൊക്കെ മാറി ഇതാ പാദശനിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും, സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അറച്ചു നിൽക്കരുത്. ശനിയുടെ ചെറിയ ബന്ധമുണ്ട്, പാദശനിയുണ്ട്. ശനിയെ പ്രാർത്ഥിച്ചു കൊണ്ടുപോകണം. നമുക്ക് പ്രാർത്ഥിച്ച് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ശനിദേവന് ഒരു പ്രത്യേകതയുള്ളത് ശനിയെ പ്രീതിപ്പെടുത്തിയാൽ, ഇപ്പോൾ 7 ശനിയാവട്ടെ ആ ശനിയുടെ ഏകദേശം ശക്തിഭാവവും തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വ്യാഴന് വേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ട, ശനിയെ ഒന്ന് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. കാരണം വ്യാഴത്തിൻ്റെ ഗുണം പൂർണ്ണമായി നമുക്ക് ലഭിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തണം. കാരണം എന്താണ്, നമ്മൾ ഈ ചാനൽ ബെൽ ബട്ടൺ അമർത്തുന്ന ഓരോ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനു മുമ്പ് ശനി മാറുന്നതിന് മുമ്പേ തന്നെ ശനിമാറ്റം. എന്തിനാ? നേരത്തെ ശനി വരുന്നവർക്ക് ഒരു ശനി കവചം ഉണ്ടാക്കി രക്ഷ നേടാൻ വേണ്ടി. അതുപോലെ തന്നെ വിഷുഫലം, നമുക്ക് കഷ്ടതയും നല്ലതും അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെന്തായാലും ജീവിതയാത്രയിലാണ്. ജീവിതയാത്രയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല റോഡും ചീത്ത റോഡും കാണും. അപ്പോൾ നല്ല ചീത്ത റോഡാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അതിനെ പരിഹരിച്ച് അല്ലെങ്കിൽ വേറെ റോഡെടുത്ത് പോകാം. അതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുള്ളത്. അവരെ പ്രതിവിധി ആരാണ് ചെയ്യേണ്ടത്? അവരവർ തന്നെ ചെയ്യണം. അല്ലാതെ പ്രതിവിധി ആരെങ്കിലും ചെയ്ത് ആരെങ്കിലും മരുന്ന് കഴിച്ച് നമുക്ക് സുഖമാക്കി തരുന്നില്ല. നമ്മൾ തന്നെ വിചാരിച്ചാലേ നമ്മളെ ദോഷം മാറ്റാൻ പറ്റുള്ളൂ. അത് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഈ മിഥുന രാശിക്കാർ എന്ന് പറയുന്ന കർക്കിടകത്തിൻ്റെ ശരിക്ക് അവിട്ട നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന ശരിക്ക് രാശിക്കാർക്ക്, കുംഭരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വളരെ ഗുണപ്രദമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഈ പീരീഡിൽ വന്നു ചേരും. അപ്പോൾ ശനിയെ ഒന്ന് പ്രീതിപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും കൂടി നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഫലത്തെ കൊടുക്കട്ടെ. പ്രധാനമായി കുംഭരാശിക്കാർക്ക് പ്രത്യേകിച്ച് നല്ല ഫലത്തെ പ്രദാനം ചെയ്തു തരും. നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.